ഹലോ, സൗദാഗരീഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് റവയും മൈദയൊക്കെ ചേർത്തിട്ടൊരു വെട്ട് കേക്കാണ്. റവ കേക്ക് എന്നൊക്കെ പറയും. നമുക്കതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കിയാലോ. നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് മൈദ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അളന്നെടുക്കാം. 2 കപ്പ് മൈദ. അത് ഗ്ലാസ്സിൽ അളന്നാലും മതി. നമുക്ക് കപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല. ഇത് 250 ml കപ്പാണ്. അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് റവയും കൂടെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് തന്നെ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡാപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കത് സ്പൂണ് വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വലിയൊരു കണ്ണിയുള്ള അരിപ്പയിൽ നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോൾ നമ്മുടെ സോഡാപ്പൊടി മൈദയിലും റവയിലും എല്ലാ ഭാഗത്തേക്കും ആയി കിട്ടും ചെയ്യും. പിന്നെ അത് മാത്രമല്ല, റവ ഉള്ളതുകൊണ്ട് വലിയ കണ്ണിയുള്ള അരിപ്പയിലേ അരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കത് 2-3 വട്ടമായിട്ടൊന്ന് അരിച്ചെടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടതൊരു 3/4 കപ്പോളം പഞ്ചസാരയാണ്. ഇത് പൊടിക്കാത്ത പഞ്ചസാര, നമുക്കതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു 3/4 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്കൊരു 4 ഏലക്ക ഇതേപോലെ തോല് കളഞ്ഞിട്ട് അതിൻ്റെ കുരു മാത്രം എടുത്തിട്ടുണ്ട്. നമ്മൾ മാക്സിമം ഈ തോല് എടുക്കാതിരിക്കുക, കാരണം അതിലാണ് കൂടുതൽ വിഷം അടിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ കുരു മാത്രം എടുക്കാം. അതിനുശേഷം നമുക്കിത് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതാ നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മിക്സിയിലേക്ക് ആവശ്യമായിട്ടുള്ള 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി മുട്ടേൻ്റെ ടേസ്റ്റൊന്നും അധികം ഇഷ്ടമില്ലാത്തവർക്ക് ഒരു മുട്ട ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ബാക്കി വെള്ളം ഒഴിച്ചിട്ട് മാവ് മിക്സ് ചെയ്താലും മതിയാവും. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഈ രീതിയിൽ കിട്ടും കേട്ടോ. നമുക്ക് മിക്സ് ചെയ്യാൻ വേറെ വെള്ളമൊന്നും കുറേ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിതിലേക്ക് കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതിന് പകരം ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നമുക്കിനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയും കൂടെ കൂട്ടി നമ്മൾ ജാറിലിട്ട് അരച്ച ആ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്കിതിലോട്ട് മൊത്തമായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മളെടുത്ത ഈ മുട്ട ചെറിയ മുട്ട ആയതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കതൊന്ന് സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി ഇങ്ങനെ മിക്സ് ചെയ്യുമ്പം വെള്ളം കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മൈദ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ അത് ഈ മുട്ട മിക്സ് കൊണ്ട് ഇത് ശരിക്കും കുഴഞ്ഞു വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്ത് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളമായി പോകരുത്. ഇനി നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം. കയ്യിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. അത് നമ്മളിത് കുഴച്ച് കഴിഞ്ഞ ശേഷം കൈയൊക്കെ ഒന്ന് റെഡിയാക്കിയാൽ മതി. നമുക്കിത് ഈ വെള്ളം കൊണ്ട് പോരാ. അപ്പോൾ ഞാൻ ആ മിക്സി തന്നെ കഴുകി കുറച്ചും കൂടി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാനിതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ദാ നമുക്കിവിടെ ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം കേട്ടോ. ഇപ്പോഴും നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മളിപ്പോഴും കുറച്ച് പൊടി തൂകിയിട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് ഈടോ വെച്ച് കൊടുത്താൽ മതി. ഒരു സ്റ്റിക്കി പരുവത്തിലാണ് നമുക്കിത് കിട്ടുക കേട്ടോ. ഇനി നമുക്കിത് ഒരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അതിനുശേഷം ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിലും നമുക്കതുപോലെ തന്നെ പൊടി ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ പരന്ന് കിട്ടും. ഒരുപാട് ബലമൊന്നും പിടിക്കണ്ട. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ പരത്തിയതിന് ശേഷം ഒരു സ്ക്വയർ ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഒരേ വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ് കേട്ടോ. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. കണ്ടില്ലേ, ഈ ഒരു കട്ടിയിൽ നമുക്ക് മാവ് കിട്ടണം. ഞാനിത് കട്ട് ചെയ്തിട്ട് അപ്പോൾ തന്നെ കുറച്ചൊന്ന് വിട്ട് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഇതങ്ങ് ഒട്ടിപ്പിടിക്കുന്ന ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഇനി നമുക്ക് അതിൻ്റെ 2 അറ്റവും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇത് പിന്നീട് നമുക്കൊന്ന് രണ്ടാമതും ഒന്ന് കുഴച്ച ശേഷം ഇതേപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതാ എനിക്ക് ഫസ്റ്റ് പീസിൽ ഒരു 3 കഷ്ണം കിട്ടിയിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. അതിനുശേഷം ഞാൻ ഈ ബാക്കിയുള്ളത് ഇത്രയും വന്നിട്ടുണ്ട്. ഇതും ഇതുപോലെ ഒന്ന് കുഴച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
അതും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് അത്ര മാവുന്ന് ദേ ഇതുപോലെ അത്യാവശ്യം 22 കേക്കിനുള്ള മാവുണ്ടായിരുന്നു. നമുക്കത് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 500 ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മളിത് സിമ്മിലോട്ടാക്കിയതിന് ശേഷമേ ഇതിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഒരുപാട് ചൂടിലാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 വശം പെട്ടെന്ന് തന്നെ അങ്ങ് കളറ് മാറിപ്പോവും, ഉള്ളു വേവേയില്ല. അപ്പോൾ നമ്മളത് നല്ലോണം ശ്രദ്ധിക്കണം. ഞാൻ എന്നിട്ട് ഇതുപോലെ നെടുകയും കുറുകയും ഇതേപോലെ 2 വരയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് എണ്ണ ചൂടായാൽ ഒന്ന് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു, ഞാൻ ഇട്ട് കൊടുത്തു. പെട്ടെന്ന് തന്നെ സിമ്മാക്കാൻ മറന്നായിരുന്നു കേട്ടോ. വേഗം ഇത് ഇട്ട് കൊടുക്കാനുള്ള ധൃതിയിൽ സിമ്മാക്കാൻ മറന്നു. അതുകൊണ്ട് എനിക്ക് വേഗം അടിവശം പെട്ടെന്ന് കളറ് മാറി. അത് നിങ്ങൾക്ക് മറിച്ചിടുമ്പോൾ കാണാം. നമുക്കത് ഒന്ന് ചൂടായി വന്ന ശേഷം നമുക്കത് 2 സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കണേ. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ അത് സിമ്മാക്കാത്തത് കൊണ്ട് അടിവശം പെട്ടെന്ന് അതങ്ങോട്ട് മൂത്ത് വന്നതാണേ. നമ്മുടെ ഫ്ലെയിം എപ്പോഴും സിമ്മിലിടാൻ ശ്രമിക്കണം നന്നായിട്ട്. അങ്ങനെയാണെങ്കിലേ ഉള്ളു നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളർ വരുമ്പോൾ നമ്മൾ കോരിയെടുത്താൽ മതി. ഇത് ചൂടോടെ നമ്മൾ നോക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷേ ഇത് തണുക്കും തോറും ഇത് ഡ്രൈ ആയി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ 2ാം ട്രിപ്പ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അടുപ്പത്തിട്ടിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. ഒരു 10-15 മിനിറ്റ് വേണം നമുക്കിതൊന്ന് റെഡിയായി കിട്ടാൻ. കാരണം ലോ ഫ്ലെയിമിലല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ.